And welcome to the new video. In this video, I'll be discussing about different properties of Z transform. അപ്പോൾ നമുക്ക് Z ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ അറിയാം. ബേസിക് ഡെഫിനേഷൻ്റെ ഇതിലാണ് എല്ലാം പോകുന്നത്. അതായത് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതാം. ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിക് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം തന്നെയുള്ളൂ. സോ വി നോ ദാറ്റ് എക്സ് ഓഫ് Z, that is Z transform of x of n, is given by summation over n equal to minus infinity to infinity x of n z raised to minus n. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഓഫ് എന്നിൻ്റെ സെറ്റ് ട്രാൻസ്ഫോമിലെ ഡെഫിനേഷൻ ആണ്. ഇപ്പോൾ ഇൻഫിനിറ്റ് സം ആണ് നമുക്കറിയാം, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ് ജനറൽ ഇൻ്റർവെൽ എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഈ എക്സ് ഓഫ് സെഡ് എന്നുള്ളതിനെ റെപ്രസെൻറ്റേഷൻ z transform of x of n എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. എക്സ് ഓഫ് സെഡ് എന്നുള്ളതിനെ സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ എന്നുള്ളതിനെ എക്സ് ഓഫ് സെഡ് എന്ന് എഴുതുന്നതിന് പകരം വേണമെങ്കിൽ സെഡ് ഓഫ് എക്സ് ഓഫ് എൻ എഴുതി കഴിഞ്ഞാൽ സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ എന്നുള്ള മീനിങ് ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ചില ഇതിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടാവും, കോസൽ സീക്വൻസുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എക്സ് പ്ലസ് ആണ് ഉപയോഗിക്കുക എന്നുള്ളതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യാം. അതായത് സെഡ് ട്രാൻസ്ഫോം ഓഫ് പോസിറ്റീവ് സൈഡഡ് സീക്വൻസ്. ഇപ്പോൾ കോസലാണ് എക്സ് ഓഫ് എൻ തന്നെ, ബട്ട് എക്സ് ഓഫ് എൻ ഈസ് കോസൽ, ദെൻ വി ക്യാൻ റെപ്രസെൻറ്റ് ഇറ്റ് ബൈ എക്സ് പ്ലസ് ഓഫ് സെഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുന്നേ, കോസൽ സീക്വൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ ജനറലി നമ്മൾ ഈ ഒരു ഇക്വേഷൻ്റെ ബേസിൽ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി ലീനിയാരിറ്റി ആണ്. ഒരുവിധം എല്ലാ ട്രാൻസ്ഫോമുകളും ഒബേ ചെയ്യുന്ന കാര്യമാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. അതായത് സൂപ്പർപോസിഷൻ പ്രിൻസിപ്പിൾ ഒബേ ചെയ്യും എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു വെയ്ഡ് സം വേണമല്ലോ. ഇപ്പോൾ രണ്ട് സീക്വൻസുകൾ വേണം. സോ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്: ഇഫ് Z ട്രാൻസ്ഫോം ഓഫ് x1n is x1 of Z and Z ട്രാൻസ്ഫോം ഓഫ് വേറൊരു സീക്വൻസ് നമ്മൾ എടുക്കുന്നത് x2 of n ആണ്. x2 of n is represented by x2 of Z, then എന്ത് ഒബേ ചെയ്യുന്നത്, ലീനിയാരിറ്റി ഒബേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു സീക്വൻസസ്, ദാറ്റ് ഈസ് എ എക്സ് വൺ എൻ പ്ലസ് ബി എക്സ് ടു എൻ, അതിൻ്റെ Z ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് Z ട്രാൻസ്ഫോം ഓഫ് എ എക്സ് വൺ എൻ പ്ലസ് ബി എക്സ് ടു എൻ ഷുഡ് ഗിവ് എ എക്സ് വൺ സെഡ് പ്ലസ് ബി എക്സ് ടു സെഡ് വേർ എ ആൻഡ് ബി ആർ കോൺസ്റ്റൻസ്. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രൂഫായിട്ട് ഞാൻ ചെയ്യുന്നൊന്നുമില്ല, കാരണം ജസ്റ്റ് ഇതിൽ എഴുതുന്നു സമ്മേഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എക്സ് ഓഫ് എന്ന് പകരം എ എക്സ് വൺ എൻ പ്ലസ് ബി എക്സ് ടു എന്ന് എഴുതുക, സ്പ്ലിറ്റ് ചെയ്യുക, കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഇത് സിമ്പിളായിട്ട് കിട്ടും. അതിൻ്റെ പ്രൂഫായിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനോട് ചെയ്യുന്നില്ല. പിന്നെ ഇതേപോലെ ഇതിലെല്ലാറ്റിലും നമ്മൾ എന്തുകൂടി പറയേണ്ടി വരും, അതിൻ്റെ ഒപ്പം അതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് ആർ ഒ സിനെ കുറിച്ച് കൂടി പറയേണ്ടി വരും. സോ ആർ ഒ സി ഫോർ ദ ട്രാൻസ്ഫോം, that is for the transform of sum ആണല്ലോ, transform of a sum of sequences is the intersection അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, is the intersection of the ROCs of the individual transform അതായത് x1 z and x2 z. ഇപ്പോൾ ഫൈനൽ സമ്മിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 സെറ്റിൻ്റെ ROCയും x2 സെറ്റിൻ്റെ ROCയും അതിൻ്റെ ഇൻ്റർസെക്ഷൻ, അതായത് കോമൺ ആയിട്ടുള്ള റീജിയൻ വേണം എന്നുള്ളത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് ലീനിയാരിറ്റി പ്രോപ്പർട്ടി, സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ പ്രൂഫ് പ്രത്യേകിച്ച് അവിടെ പറയാത്തത്. നെക്സ്റ്റ് വരുന്നത് ടൈം ഷിഫ്റ്റിംഗ് ആണ്. ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷിഫ്റ്റിംഗ് ഇൻ ടൈം ആണ് വരുന്നത്. അത് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് പല ടൈപ്പുകൾ വരുന്നുണ്ട്, പല കേസസ് ആയിട്ട് പറയേണ്ടി വരും. ജനറൽ ഒരു കേസ് എന്നുള്ള രീതിയിൽ, ബാക്കി ട്രാൻസ്ഫോമിനെ പോലെയല്ല. അപ്പോൾ ആ ഓരോ കേസുകൾ ഞാനിവിടെ പറയാം. സോ ഫസ്റ്റ്, ഇഫ് ദിസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ, if Z transform of x of n is x of z and
the initial conditions are 0 and the initial conditions for x of n are 0, then ഇതാണ് ജനറൽ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയുന്നത് z ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം, ഒരു ഷിഫ്റ്റിംഗ് വരണല്ലോ എന്നിൽ, അതാണ് എക്സ് ഓഫ് എൻ മൈനസ് എം പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ z റേസ് ടു മൈനസ് എം എക്സ് ഓഫ് z. ഇതാണ് നോർമൽ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇതിലെ വേർ എം ഈസ് a positive or negative integer, positive or negative integer. ഓക്കെ, ഇപ്പോൾ ജനറൽ ജസ്റ്റ് ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ 5 മാർക്കിന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് പറഞ്ഞാൽ മതി. വേറെ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട. മറ്റേ കേസുകൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രം അത് നമ്മൾ പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ ചില വേറെ ഇത് പ്രൂവ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യം വരും, അപ്പോൾ മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഇപ്പോൾ ജനറലി ഇതാണ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് ഷിഫ്റ്റഡ് സീക്വൻസ്, ദാറ്റ് ഈസ് ഷിഫ്റ്റഡ് ബൈ എം. എമ്മിൻ്റെ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ടു ദ പവർ മൈനസ് എം കൊണ്ട് ആക്ച്വൽ സെറ്റ് ട്രാൻസ്ഫോം എക്സ് ഓഫ് സെറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. സോ സെറ്റ് റേസ് ടു മൈനസ് എം എന്നുള്ളതാണ് ഇവിടുത്തെ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യം. ഇതാണ് നമ്മളുടെ സെറ്റ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് വരാം. പ്രൂഫ് സിമ്പിളാണ്. അതായത് ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ചെയ്യേണ്ടി വരിക. എപ്പോഴും നമ്മൾ എക്സ് ഓഫ് എന്നുള്ള സാധനം ഒരൊറ്റ ടേം ആയിട്ട് മാറ്റാൻ നോക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്ത് വന്നു കഴിഞ്ഞാലും അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു വേറൊരു ടേം ആക്കി മാറ്റും. അത്ര മാത്രമാണ് നമ്മളവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് സെറ്റ് ട്രാൻസ്ഫോം ഓഫ്, നമുക്ക് കാണേണ്ടത് എന്താ, എക്സ് ഓഫ് എൻ മൈനസ് എം. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം ആണ്. അപ്പോൾ അത് ജനറൽ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് വരും, എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിന് പകരം ഇവിടെ എൻ മൈനസ് എം ആണെന്ന് മാത്രം, സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുക. അതിനെ ഇവിടുന്ന് ഒഴിവാക്കി ഒരൊറ്റതാക്കാൻ ഏതാ, എൻ മൈനസ് എമ്മിനെയാണ് നമുക്ക് ഒഴിവാക്കുന്നത്. ലെറ്റ് എൻ മൈനസ് എം ഈക്വൽ ടു പി എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ദെൻ വി ഹാവ് എൻ ഇസ് ഈക്വൽ ടു പി പ്ലസ് എൻ. ഇതാണ് നമ്മൾ തിരിച്ച് അതിൻ്റെ ഉള്ളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് രണ്ടും നമ്മൾ അതിലേക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വേറെ കാര്യം നോക്കാം. എൻ ഈ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ പിയും മൈനസ് ഇൻഫിനിറ്റി ആകും. കാരണം മൈനസ് ഇൻഫിനിറ്റി മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇൻഫിനിറ്റി തന്നെ. എൻ ഇൻഫിനിറ്റി ആകുമ്പോൾ പി ഇൻഫിനിറ്റി തന്നെ. അപ്പോൾ ലിമിറ്റിൻ്റെ ആ ഒരു ഇതിന് മാറ്റമൊന്നും വരുന്നില്ല. സോ നൗ സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം ഈസ് ഈക്വൽ ടു സമ്മേഷൻ മാറി, ഏതിലേക്ക് മാറി, നമ്മൾ പിയിലേക്ക് കൊടുത്തു. ലിമിറ്റിൽ മാറ്റമൊന്നുമില്ല, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടെ സെഡിൻ്റെ പവർ എന്ത് വരും, മൈനസ് ഓഫ്, നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നിന് പകരം എന്താ, പി പ്ലസ് എം അല്ലേ, പി പ്ലസ് എം എന്നുള്ളത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തിനാ കോമൺ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. ഇതിലിപ്പോൾ ലിമിറ്റ് പിയിലാണ്, അപ്പോൾ എം ഇവിടെ ആവശ്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സെഡ് റേസ് ടു മൈനസ് പി ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എം ആണ് വരിക. അപ്പോൾ സെഡ് റേസ് ടു മൈനസ് എമ്മിനെ ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കാം. ബാക്കി അവിടെ ഉള്ള സമ്മേഷൻ ഓവർ പി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് പി സെഡ് റേസ് ടു മൈനസ് പി. പി നിൽക്കുന്നത് സെഡ് റേസ് ടു മൈനസ് എം കഴിഞ്ഞ് നിൽക്കുന്നത് ബാക്കി എന്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്, സെറ്റ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷനാണ്. ജസ്റ്റ് വാരിയബിൾ എന്നുള്ളത് മാറിയിട്ട് പി ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അതിന് എന്തെന്ന് എഴുതാം, എക്സ് ഓഫ് സെഡ് എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു സെഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു എക്സ് ഓഫ് സെഡ്. ഇത് തന്നെയായിരുന്നു നമ്മൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് സുഖമായിട്ട് എത്താൻ പറ്റി. പിന്നെ ഇതാണ് ബേസിക് ഇത്. ഇനി ഇതിൻ്റെ റീജിയൻ ഓഫ് കൺവേർജൻസും കൂടി ഇവിടെ നമ്മൾ പറയണം. ഇഫ് m is greater than 0, the ROC of z raised to minus m x of z, അപ്പോൾ അതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. z raised to minus m x of z is the same as that of x of z. ഇപ്പോൾ എം പോസിറ്റീവ് ആണെങ്കിൽ സെയിം തന്നെയാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് വരിക. ഇപ്പോൾ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഈ ഡെഫിനേഷൻ ഓർത്ത് വെച്ചാൽ മതി. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം ഈസ് ഈക്വൽ ടു സെറ്റ് റേസ് ടു മൈനസ് എം എക്സ് ഓഫ് സെഡ്. നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ ഷിഫ്റ്റഡ് വേർഷൻ്റെ കാണാൻ പറഞ്ഞാൽ ഒറിജിനൽ സീക്വൻസിനെ കണ്ടിട്ട് അതിൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, സെറ്റ് റേസ് ടു മൈനസ് എം കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും,
ഒരു ഇതിൻ്റെ ഫൈനൽ ട്രാൻസ്ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കേസിലേക്ക് പോവാം. അടുത്ത കേസ് കോസൽ സീക്വൻസിൻ്റെ കേസിലാണ് വരുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ആണ്. അപ്പം നേരത്തെ ജനറൽ കേസാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത ഞാൻ പറയുന്നത് കോസലാണ്. ദാറ്റ് ഈസ് ഇഫ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഓഫ്സെറ്റ് നമ്മൾ ഇടുന്നത് കോസലിൻ്റെ കേസിലാണ്. ദെൻ 2 കേസുകളാണ് ഇവിടെ വരുന്നത്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം. സെയിം കാര്യം തന്നെയാണ്, ഒരു ഭാഗമൊക്കെ അതേപോലെ തന്നെ വരും. സെഡ് റേസ് ടു മൈനസ് എം ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റിൽ വരിക എക്സ് പ്ലസ് സെഡ്. ഇപ്പോൾ നോർമൽ കേസിൽ നേരത്തെ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് സെഡ് റേസ് മൈനസ് 1 എക്സ് പ്ലസ് സെഡ് മാത്രമേ വരുള്ളൂ. പക്ഷെ അതിൽ നിൽക്കില്ല, കാരണം ഇത് കോസൽ സീക്വൻസ് ആണ്. ഒരു അഡീഷണൽ ടേം കൂടി വരും. സിഗ്മ കെ ഈക്വൽ ടു 1 to m എക്സ് ഓഫ് മൈനസ് കെ സെഡ് റേസ് ടു കെ. അപ്പോൾ അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ള പ്രൂഫ് നമുക്ക് നോക്കാം. അതേപോലെ ഒരെണ്ണം കൂടി ഉണ്ട്. സെക്കൻഡ് വൺ സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് എം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡിലേ ആണ്, രണ്ടാമത്തെ അഡ്വാൻസ് ആണ്. ഇവിടെ എം എന്ന് പറയുന്നത് നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്, ആ ഒരു ബേസിലും കൂടിയാണ് പറയുന്നത്. സോ ദിസ് വിൽ ബി ഒബ്വിയസ്ലി സെഡ് റേസ് ടു എം ഇൻറ്റു എക്സ് പ്ലസ് സെഡ് മൈനസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to m minus 1 x of k z raised to minus k. ഇതാണ് വരിക. നമുക്കിനി ഇതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. അപ്പോൾ 2 കേസിലും എം എന്ന് പറയുന്നത് പോസിറ്റീവ് ഇൻറ്റീജർ, അതും കൂടി ഞാൻ എഴുതിക്കാം. എം പോസിറ്റീവ് ഇൻറ്റീജർ. ഇപ്പോൾ ഫസ്റ്റത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിലേ ആണ്, സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ പ്രൂഫാണ് ആദ്യം നമ്മൾ പറയുന്നത്. യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം അല്ലേ. സോ ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ. ഇപ്പോൾ കോസൽ ആയതുകൊണ്ട് എന്തെന്നാ വരുള്ളൂ, എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മൈനസ് എം സെഡ് റേസ് ടു മൈനസ് എൻ. ഇതാണ് നമുക്ക് വരുന്ന കാര്യം അല്ലേ. ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, അതിന് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ വേണ്ടി ലെറ്റ് സെഡ് ഈക്വൽ ടു ലെറ്റ് എൻ മൈനസ് എം ഇസ് ഈക്വൽ ടു വേറൊരു വേരിയബിൾ എടുക്കുന്നു, എന്തെന്ന് എടുക്കാം, പി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതിന് മുന്നേ വേറെ കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഇപ്പോൾ എക്സ് ഓഫ് എൻ മൈനസ് എം ആണ്. ഇപ്പോൾ ഞാൻ ഈ സെഡിൻ്റെ പവറിലും ഈ എൻ മൈനസ് എം വരുത്താൻ നോക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടേക്ക് എന്തിനെ കൊണ്ടുവരണം, ഒരു സെഡ് റേസ് ടു എം എന്ന് പറഞ്ഞിട്ടുള്ള ടേം വരണം. അപ്പോൾ മൈനസ് ഓഫ് എൻ മൈനസ് എം ആണ് വരുത്താൻ ഉദ്ദേശിക്കുന്നത്. മൈനസ് ഓഫ് എൻ മൈനസ് എം വരണമെങ്കിൽ ഞാൻ അവിടെ സെഡ് റേസ് ടു മൈനസ് എം പ്ലസ് എം കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇത് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, സെഡ് റേസ് ടു മൈനസ് എം സമ്മേഷൻ എൻ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ മൈനസ് എം സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് എം. ഇനി എഴുതാലോ. ഇവിടെ സെഡ് റേസ് ടു മൈനസ് എൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, അതിനെ മൈനസ് ഓഫ് എൻ മൈനസ് എം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ചെയ്തു. അതായത് ഇവിടെ ഒരു സെഡ് റേസ് ടു പ്ലസ് എം വന്നു, അപ്പോൾ അത് ഒഴിവാക്കാൻ പുറത്തൊരു സെഡ് റേസ് ടു മൈനസ് എം നിർത്തും. ഇനി നമുക്ക് അറ്റാച്ചും ചെയ്യാം. അതിന് ശേഷം ചെയ്താൽ മതി, നേരെ കയറി ചെയ്യേണ്ട ഇവിടെ. സോ ലെറ്റ് എൻ മൈനസ് എം ഇസ് ഈക്വൽ ടു, തൽക്കാലം ഞാൻ ഇവിടെ എടുക്കുന്നത് എൽ എന്നാണ്. ഓക്കെ, എൽ എന്നാണ് എടുക്കുന്നത്. ദെൻ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ദെൻ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ മൈനസ് എം will be equal to z raised to minus m. അതേപോലെ തന്നെ സമ്മേഷൻ ലിമിറ്റ് മാറി എന്തിലേക്ക് മാറും, എല്ലിലേക്കായിട്ട് മാറും. സോ ഇവിടുത്തെ കേസിൽ നമുക്ക് എന്താ പറയുക, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ മൈനസ് എം ആണ്. സോ എൻ 0 ആകുമ്പോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ 0 ആകുമ്പോൾ എൽ എന്ന് പറഞ്ഞാൽ എന്താ വരിക, 0 മൈനസ് എം, ദാറ്റ് ഈസ് മൈനസ് എം. സോ ലിമിറ്റ് എന്താവും, മൈനസ് എം ആവും. ഇനി എൽ ഇൻഫിനിറ്റി ആകുമ്പോൾ മറ്റേത് തന്നെയാണ് വരിക, ഇൻഫിനിറ്റി തന്നെ വരിക. സോ ലിമിറ്റ് ഇങ്ങനെയായിട്ട് മാറും. ബാക്കി എക്സ് ഓഫ് എൽ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലിമിറ്റ് ഒരു ഇതില്ലാത്ത രീതിയിലാണ്. അപ്പോൾ മൈനസ് എം ടു ഇൻഫിനിറ്റി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. നമുക്ക് ആക്ച്വലി ഇതിൻ്റെ ഈ പ്രൂഫിലേക്ക് നോക്കി അങ്ങോട്ട് കൊണ്ടുപോകാണ് വേണ്ടത്. ഒരു എക്സ് പ്ലസ് സെഡ് വരണം, അപ്പോൾ അതിന് 0 to ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ വരണം. അപ്പോൾ നെഗറ്റീവ് പാർട്ടും പോസിറ്റീവ് പാർട്ടും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ എൽ ഈക്വൽ ടു മൈനസ് എം ടു ഏതുവരെ കൊടുക്കാം, -1 വരെ ഒരു ടേമായിട്ട് ഞാൻ എടുക്കുന്നു, എക്സ് ഓഫ് എൽ സെഡ് റേസ് ടു മൈനസ് എൽ. ഇനി ബാക്കിയുള്ളത് വേറെ ആയിട്ട് എഴുതുന്നു. സിഗ്മ എൽ ഈസ് ഈക്വൽ ടു
0 to infinity x of L z raised to minus L. ഇനി സുഖമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഡയറക്റ്റ് പറയാം. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താ? സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഡെഫിനേഷൻ ആണ്. ജസ്റ്റ് വാരിയബിൾ L ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടേം നമ്മൾ അതേപോലെ തന്നെ വെക്കുന്നു. സോ ദിസ് വിൽ ബി ഈക്വൽ ടു z raised to minus m into summation L equal to minus m to minus 1, L equal to minus m to minus 1 x of L z raised to minus L plus ഇതിനെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം x plus of z എന്ന് പറഞ്ഞിട്ട്. നമ്മൾ ഫസ്റ്റ് ടേം ആയാലും സെക്കൻഡ് ടേം ആയാലും കുഴപ്പമില്ല. ഇനി ഇവിടെ വെച്ചിട്ട് എന്താ പറയുക, നമുക്ക് നമ്മളുടെ ഇതിൽ എടുക്കുന്നത് എന്താണെന്നു പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. കെ എന്ന് പറഞ്ഞ ഒരു വാരിയബിൾ ആണ് എടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ എൽ എന്നുള്ള വാരിയബിളിനെ അവിടെ നിന്ന് മാറ്റി നമ്മൾ കെയിലേക്ക് ആക്കാൻ നോക്കുകയാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ലെറ്റ് L equal to minus k. L equal to minus k എന്നുള്ളത് ഇതിൽ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. Then we will get set transform of x of n minus m equal to, ഇവിടെ ഒന്നും മാറ്റില്ല, z raised to minus m. സമ്മേഷൻ്റെ ഉള്ളിലാണ് മാറ്റം വരിക. സമ്മേഷൻ എന്തായിട്ട് മാറും? പോസിറ്റീവിലേക്ക് മാറും. എന്താ എം എന്ന് പറഞ്ഞൊരു വാരിയബിളിലേക്കാണ് നമ്മളിവിടെ കൊണ്ടുവരാൻ പോകുന്നത് അല്ലേ? സോ സമ്മേഷൻ L equal to minus k ആണ് എടുത്തിട്ടുള്ളത്. സോ സമ്മേഷൻ കെയിലാണ് വരിക. k equal to 1 to എന്തായിട്ട് മാറും? m ആയിട്ട് മാറും. ദെൻ x of എന്തായി മാറും? Lന് മൈനസ് കെ z raised to എന്ത് വരും? k വരും. മൈനസ് Lന് k കൊടുത്തു പ്ലസ് x പ്ലസ് z. ഇതായിരുന്നു നമ്മളുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. അതിലോട്ട് നമ്മൾ എത്തി. ഇപ്പോൾ ഇത്ര തന്നെ അതിൽ ചെയ്യാനുള്ളൂ. സിമ്പിൾ ആണ്. വെറുതെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ഇതിന്റെ പ്രൂഫ്. ഇതേപോലെ രണ്ടെണ്ണമാണ് ഉണ്ടായിരുന്നത്. സെക്കൻഡ് ഇതിലേക്ക് വരാം. സെക്കൻഡ് കേസിലേക്ക് വരാം. അത് n പ്ലസിന്റെ ആയിരുന്നു. ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n പ്ലസ് m ആയിരുന്നു. ഓക്കെ, ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n പ്ലസ് m z raised to minus n ആണ്. ഇതിലും നേരത്തെ ചെയ്തായിരുന്നു അതേപോലെ തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ പുറത്തേക്ക് എടുക്കേണ്ടത് എന്തായിരിക്കും? z raised to m ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് n പ്ലസ് m ആണെന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. z raised to minus of n പ്ലസ് m ആണ് നമ്മളിവിടെ ആക്കുന്നത്. ഇനി നേരത്തെ പോലെ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്. സോ ലെറ്റ് L is equal to n plus m. Then we'll have set transform of x of n plus m equal to എന്ത് വരും? ഇപ്പോൾ z raised to m into summation മാറും. എന്തായിട്ട് മാറും? 0 വരുമ്പോൾ L എന്ന് പറഞ്ഞാൽ m ആണ്. L is equal to m to infinity x of L z raised to minus L എന്നുള്ള രീതിയിൽ വരും. ഇപ്പോൾ നമുക്കറിയാം m എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണ്. m എന്നുള്ളൊരു വാല്യൂ തൊട്ടിട്ട് ഇൻഫിനിറ്റി ഇല്ല. അപ്പോൾ 0 ടു വന്നാലേ നമുക്ക് നമ്മളുടെ എന്തായിട്ട് കിട്ടുള്ളൂ? കോസലിന്റെ ഒരു ജനറൽ വാല്യൂ x പ്ലസ് z കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും ടേം അവിടെ ഇല്ല. അപ്പോൾ അതിലേക്ക് ആഡ് ചെയ്യണം. 0 ടു നമ്മൾ എഴുതിയ, അപ്പോൾ ഇതിൽ നിന്ന് അത് കുറച്ച് എഴുതണ പോലെ നമ്മൾ ചെയ്യേണ്ടി വരും. അതായത് z raised to m ഇൻറ്റു ബ്രാക്കറ്റിൽ സമ്മേഷൻ ഞാൻ ശരിക്ക് എന്തിലേക്ക് കൊണ്ടുപോവാണ്? നമ്മളുടെ 0യിൽ നിന്ന് തുടങ്ങാന്ന് വിചാരിക്കുക. L ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് L ഇൻറ്റു z raised to മൈനസ് L ആയി. ശരിക്കും m തൊട്ടിട്ടുള്ളൂ. അപ്പോൾ ആ m വരെയുള്ളത് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്യേണ്ടി വരും. സോ ദാറ്റ് ഈസ് മൈനസ് സമ്മേഷൻ ഏത് തൊട്ട് ഏത് വരെയുള്ള L ഈസ് ഈക്വൽ ടു 0 ടു m മൈനസ് 1. അതിൻ്റെ തൊട്ട് മുന്നത്തെ ടേം വരുള്ളത് ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അത്രേ ഉള്ളൂ. z raised to മൈനസ് L. ഓക്കെ, ഇത്രയാണ് അവിടെ വരുന്നുള്ളൂ. ഇനി ഇവിടെ അടുത്ത സ്റ്റേജിൽ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്താ, നമ്മളവിടെ എല്ലിന് പകരം എന്ത് എടുക്കുന്നു? കെ എന്ന് എടുക്കുന്നു. അതും കൂടി അവിടെ ചെയ്യുന്നുണ്ട്. ലെറ്റ്, കാരണം നമ്മൾ ഡെഫിനേഷൻ എഴുതിയപ്പോൾ കെയിലാണല്ലോ എഴുതി. L ഈക്വൽ ടു കെ എന്ന് കൊടുക്കുന്നു. സോ ദെൻ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് n പ്ലസ് m വിൽ ബി ഈക്വൽ ടു z raised to m ഇൻറ്റു, ഇപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടേം എന്തായി മാറി? എക്സ് പ്ലസ് ഓഫ് z minus summation k equal to 0 to m minus 1 x of k z raised to minus k.
ഇത് വരും. ഇതായിരുന്നു നമ്മുടെ എന്താ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എന്താ കോസൽ സീക്വൻസിന്റെ കേസിൽ എം പോസിറ്റീവ് ആവുന്ന കേസിൽ ഇപ്പോൾ എത്രയാണ് അതിൽ പറയാനുള്ളൂ. സോ സിമ്പിളായിട്ട് നമുക്കത് കിട്ടുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് ടൈം ഷിഫ്റ്റിംഗ്. സോ നെക്സ്റ്റ് ഇതിലേക്ക് വരാം, മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ എക്സ്പൊണൻഷ്യൽ സീക്വൻസ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ എക്സ്പൊണൻഷ്യൽ സീക്വൻസ് സ്റ്റേറ്റ്മെന്റ് ഞാൻ പറയാം. ഇഫ് z ട്രാൻസ്ഫോം ഓഫ് x of n is given by x of z, z ട്രാൻസ്ഫോം ഓഫ് x of n എന്ന് പറഞ്ഞാൽ x of z ആണെങ്കിൽ then z ട്രാൻസ്ഫോം ഓഫ് a raised to n x of n, a raised to n x of n is equal to x of a raised to minus 1 z. ഇവിടെ ഈ എ റേസ് ടു എൻ ആണ് നമ്മളുടെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞ ടേം വരുന്നത്. അപ്പോൾ ഒരു എക്സ് ഓഫ് എൻ എന്നുള്ള സീക്വൻസിന്റെ ട്രാൻസ്ഫോം എക്സ് ഓഫ് സെഡ് ആണെങ്കിൽ ആ സെയിം സീക്വൻസിന് ഒരു എന്താ എക്സ്പോണൻഷ്യൽ എ റേസ് ടു എൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ആ ഒരു സീക്വൻസിന്റെ സെറ്റ് ട്രാൻസ്ഫോം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആക്ച്വൽ സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഉള്ളിൽ സെഡ് കാണുന്നിടത്തൊക്കെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യുക, എ റേസ് ടു മൈനസ് 1 സെഡ് വെച്ച് റീപ്ലേസ് ചെയ്യുക. ദാറ്റ് ഈസ് സെഡ് ബൈ എ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് ഓഫ് സെഡ് ബൈ എ എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെഡിനൊക്കെ പകരം എന്തെന്ന് കൊടുക്കുക, സെഡ് ബൈ എ കൊടുത്താൽ പുതിയ സീക്വൻസിന്റെ സെറ്റ് ട്രാൻസ്ഫോം നമുക്ക് കിട്ടും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. പ്രൂഫ് സിമ്പിൾ തന്നെയാണ്. എല്ലാ കേസിലും നമ്മൾ ഒരു എന്താ നമ്മൾ ആ ജനറൽ ഒരു ഇതിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ്. പിന്നെ നമുക്കിവിടെ ആൻസർ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല, സ്റ്റേറ്റ്മെന്റ് അറിയാവുന്നുണ്ട്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് സെഡ് ട്രാൻസ്ഫോം ഓഫ് എ റേസ് ടു എൻ x of n, z transform of a raised to n x of n is given by summation n is equal to minus infinity to infinity a raised to n x of n z raised to minus n. അല്ലേ, ഇതാണ് വരുന്നത്. ഇവിടെ ജസ്റ്റ് രണ്ട് എന്നിന്റെ പവറിലുള്ള ടേമുകൾ ഉണ്ട്. ജസ്റ്റ് അതിനെന്ത് ചെയ്താൽ മാത്രം മതി, ഒന്ന് കമ്പൈൻ ചെയ്താൽ മാത്രം മതി. സമ്മേഷൻ n is equal to minus infinity to infinity x of n എന്ത് വരും, ഇവിടെ കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടിന്റെ പവർ, ഒന്നിന്റെ എ റേസ് ടു എന്നും മറ്റേ സെഡ് റേസ് ടു മൈനസ് എന്നുമാണ്. ഇപ്പോൾ ഹോൾ റേസ് ടു മൈനസ് എൻ വരത്തക്ക രീതിയിൽ ചെയ്യുകയാണെങ്കിൽ എ റേസ് ടു മൈനസ് 1 സെഡ് ഹോൾ റേസ് ടു മൈനസ് എൻ എന്ന് എഴുതാം. കാരണം എ റേസ് ടു എൻ കിട്ടണമെങ്കിൽ മൈനസ് 1 ഇൻറ്റു മൈനസ് എൻ ആണ് എൻ വരിക. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് എഴുതാലോ. അപ്പോൾ നോർമലി ഇവിടെ സെഡ് റേസ് ടു മൈനസ് എൻ ആണ് കിടക്കുക. സെഡ് ആണെങ്കിൽ അതിനാണ് സെഡ് റേസ് ടു മൈനസ് എൻ ആകുമ്പോഴാണ് നമ്മൾ എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സെഡിന്റെ സ്ഥലത്ത് എ റേസ് ടു മൈനസ് 1 സെഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാം, എക്സ് ഓഫ് എ റേസ് ടു മൈനസ് 1 സെഡ്. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ പ്രൂഫ് കിട്ടി. ഇതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസും കൂടി ജസ്റ്റ് പറയാം. ROC ഈസ് ബിറ്റ്വീൻ R1 ലെസ് ദാൻ മോഡ് എ റേസ് ടു മൈനസ് 1 z ലെസ് ദാൻ R2. ദാറ്റ് ഈസ്, അപ്പോൾ ഇതിൽ നിന്ന് സെഡിന്റെ ഇതിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, മോഡ് AR1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ മോഡ് AR2. ഇതിൽ ഈ R1 R2 എന്ന് പറയുന്നത് ഒറിജിനൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ബേസിൽ എന്ത് വരും, അവിടെ സെറ്റിന് പകരം മോഡ് എ റേസ് ടു മോഡ് സെറ്റിന് പകരം മോഡ് എ റേസ് ടു മൈനസ് 1 സെറ്റ്. ഇപ്പോൾ ഇത് എഴുതുമ്പോൾ നമുക്ക് സെറ്റ് ബൈ മോഡ് എ എന്നുള്ള രീതിയിലാണ് വരിക. അങ്ങനെയാണ് ആ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അങ്ങനെയാണ് മോഡ് AR1 ലെസ് ദാൻ മോഡ് z ലെസ് ദാൻ മോഡ് AR2 എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അതാണ് മൾട്ടിപ്ലിക്കേഷൻ ബൈ ആൻ എക്സ്പോണൻഷ്യൽ സീക്വൻസ് എ റേസ് ടു എൻ. സോ നെക്സ്റ്റ് ഇതിലേക്ക് വരാം, ടൈം റിവേഴ്സലാണ്. ടൈം റിവേഴ്സൽ, so that is z transform of reverse sequence, that is x of minus n will be equal to x of z raised to minus 1. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. സിമ്പിൾ ആണ്. ഇപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ബേസിക് ഇക്വേഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോ z transform of x of minus n is given by summation n is equal to minus infinity to infinity x of minus n z raised to minus n. ഇത് ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് തന്നെ അറിയാം, എൻ്റെ സ്ഥലത്ത് വേറെ എന്ത് വന്നാലും അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ലെറ്റ് L is equal to minus n. L equal to minus n എടുത്തു കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും, സെറ്റ് ട്രാൻസ്ഫോം ഓഫ് x ഓഫ് മൈനസ് n ഈസ് ഈക്വൽ ടു സമ്മേഷൻ എന്തിലേക്കായിട്ട് മാറും, ലിമിറ്റ് നമ്മളുടെ മാറി L is equal to മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ആക്ച്വലി വരിക L ഈക്വൽ ടു ഇൻഫിനിറ്റി ടു മൈനസ് ഇൻഫിനിറ്റി ആണ് വരിക. കാരണം ജസ്റ്റ് റിവേഴ്സ് ഉണ്ട്. നമ്മൾ സമ്മേഷൻ ആയതുകൊണ്ട് താഴ്ന്ന മേലേക്ക് കൂട്ടിയാലും വേണം താഴേക്ക് കൂട്ടിയാലും ഒരേപോലെ തന്നെയാണ്. എക്സ് ഓഫ് എൽ വരും. ബാക്കി ഇവിടെ വരാൻ പോകുന്നത് സെഡ് റേസ് ടു എൽ ആണ് വരാൻ പോകുന്നത്. ആ സെഡ് റേസ് ടു എല്ലിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, സെഡ് റേസ് ടു മൈനസ് 1 ഹോൾ റേസ് ടു മൈനസ് എൽ എന്ന് എഴുതാം. ഓക്കെ,
സെറ്റ് റേസ് ടു മൈനസ് വൺ ഹോൾ റേസ് ടു മൈനസ് എൽ എന്ന് പറഞ്ഞാൽ സെറ്റ് റേസ് ടു സെയിം തന്നെയാണ്. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ട്രാൻസ്ഫോമിന്റെ ഇക്വേഷനായി മാറി വിത്ത് വേരിയബിൾ എല്ലാം മാത്രമേ ഉള്ളൂ. സെറ്റ് നിൽക്കുന്നത് സെറ്റ് റേസ് ടു മൈനസ് വൺ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ന് എഴുതാം എക്സ് ഓഫ് സെഡ് റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം. നേരത്തെ കേസിൽ സെറ്റ് നിൽക്കുന്നത് എ റേസ് ടു മൈനസ് വൺ സെറ്റ് ആയിരുന്നു. ഇപ്പോൾ ഇതാണ് ഇതിന്റെ റീജിയൻ ഓഫ് കൺവേർജൻസ് വരുന്നത്. ദി ആർ ഒ സി ഈസ് ഈ കിടക്കുന്ന സാധനം ആർ വണ്ണിനും ആർ ടുനും ഇടയിൽ മോഡ് ആർ വണ്ണിനും മോഡ് ആർ ടുനും ലെസ് ദാൻ മോഡ് സെഡ് റേസ് ടു മൈനസ് വൺ ലെസ് ദാൻ മോഡ് ആർ ടു എന്നുള്ള രീതിയിൽ വരും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സെഡിന്റെ ഇതിലേക്ക് എഴുതുമ്പോൾ ഇപ്പോൾ 1/z ആണല്ലോ, സെഡിന്റെ ഇതിലേക്ക് എഴുതുമ്പോൾ എന്ത് വരും? 1 മോഡ് ആർ വൺ ലെസ് ദാൻ മോഡ് സെഡ് ലെസ് ദാൻ 1 ആർ വൺ എന്ന് വരും. ഇത് സോറി, ഇത് ആർ ടു ആയിട്ട് മാറും, നമുക്ക് തിരിയല്ലോ. ഇതാണ് വരാൻ പോകുന്നത്. ഇതാണ് നമ്മളുടെ ഇത് ടൈം റിവേഴ്സൽ പ്രോപ്പർട്ടി വരുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് വരാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എക്സ്പോണൻഷ്യൽ നമ്മൾ പറഞ്ഞു. അതേപോലെ മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ. എക്സ് ഓഫ് എന്നിന്റെ എക്സ് ഓഫ് സെഡ് ആണെങ്കിൽ എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ്റെ സെറ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ മൈനസ് സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ്. അതായത് എക്സ് ഓഫ് സെഡിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് കണ്ടിട്ട് അതിനെ മൈനസ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ആണെന്നുള്ളത്, അല്ലെങ്കിൽ ഡെറിവേഷൻ ഇൻ സെഡ് എന്താ സെഡ് ഡൊമെയിൻ ആ രീതിയിലും പറയാം. ഇതിന്റെ പ്രൂഫ് നമുക്ക് നോക്കാം. നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്ത് അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. എന്തായാലും ബേസിക് എല്ലാ കേസിലെയും പോലെ ഇവിടെയും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്. ഇവിടെ നമ്മളിവിടെ എൻ എക്സ് ഓഫ് എൻ എന്നുള്ളത് ഡയറക്റ്റ് തുടങ്ങുന്നതിന് പകരം ഒരൊറ്റ വ്യത്യാസത്തിൽ തുടങ്ങുന്നത്. നമ്മൾ ജനറൽ ഡെഫിനേഷൻ എന്നാണ് തുടങ്ങുന്നത്. അതായത് എക്സ് ഓഫ് സെഡിന്റെ ഡെഫിനേഷൻ എന്നാണ് വരുന്നത്. എക്സ് ഓഫ് സെഡ് ഈസ് ഗിവൺ ബൈ ദാറ്റ് സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് നമ്മുടെ സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എൻ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സാധാരണ ചെയ്യാൻ പോലെ തന്നെയാണ് ചെയ്യുന്നത്. സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ഇതൊന്നും അവിടെ വെച്ചത് ഒരു ആവശ്യം വരും, അതിന് വേണ്ടിയിട്ടാണ് എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ. നമുക്കിവിടെ പ്രൂഫിൽ ഒരു ഡെറിവേഷൻ ഓഫ് എന്ത് വരുന്നുണ്ട്, എക്സ് ഓഫ് സെഡ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ആ രീതിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എത്തിക്കണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എനിക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാം, ഇതിൽ നിന്ന് ഞാനൊരു സെഡിനെ പുറത്തേക്ക് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ സെഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് മൈനസ് എൻ വരും, മൈനസ് 1 വരും. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സെഡിനെ പുറത്തോട്ട് എടുത്തു. അപ്പോൾ ഇതിനെ എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ മാറിയിട്ട് എന്താവും, സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് 1 ആവും. ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിനെ. സെഡ് ഇൻറ്റു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എന്നിനെ അവിടെ നിർത്തി, ഞാൻ എന്നിനെ അപ്പുറത്തോട്ട് എടുത്തു. ദാറ്റ് ഈസ് ഇതൊരു ജസ്റ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാം. എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 എഴുതാലോ ഇതിനെ. മൈനസ് ഓഫ് എൻ പ്ലസ് 1 എന്നുള്ള രീതിക്ക് എഴുതി. ഇത് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു സെഡ് ഇൻറ്റു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ ഇൻറ്റു ഈ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ഡെറിവേറ്റീവ് ആണ്, സെഡ് റേസ് ടു മൈനസ് എന്നിൻ്റെ ഡെറിവേറ്റീവ് ആണ് എന്ത് വരിക, മൈനസ് എൻ ഇൻറ്റു, അതായത് ഇവിടെ ജസ്റ്റ് സൈഡിൽ എഴുതാം, ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റേസ് ടു മൈനസ് എൻ എടുക്കാന്ന് വിചാരിക്കുക. എന്തെന്ന് വരിക, ഈക്വൽ ടു നമുക്ക് കിട്ടുക മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ മൈനസ് 1 എന്നുള്ള രീതിയിലാണ് വരിക. അല്ലെങ്കിൽ ഈക്വൽ ടു മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1. അപ്പോൾ ഇവിടെ ഈ ഒരു ടേം നമുക്കിവിടെ കാണാം. എവിടെ എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ പ്ലസ് 1 എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ മൈനസിൻ്റെ കുറവ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്തിട്ട് കൊടുത്താൽ മതി, ആ മൈനസ് അവിടെ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് ഇതിന് പകരം എന്തെന്ന് എഴുതിക്കൂടെ, മൈനസ് ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റേസ് ടു മൈനസ് എൻ ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ അതാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഈ മൈനസിനെ ഞാൻ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് സെഡ് ഇൻറ്റു സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ബാക്കി എക്സ് ഓഫ് എൻ ഡി ബൈ ഡി സെഡ് ഓഫ് സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പോൾ ഇതിൽ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ്, നമുക്ക് ലീനിയാരിറ്റി ഒക്കെ ഒബേ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഡി ബൈ ഡി സെഡ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് എങ്ങോട്ട് എടുക്കാം, പുറത്തേക്ക് നീക്കി എടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, ഈക്വൽ ടു മൈനസ് സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ്
ഈ സെഡിനും ഇൻക്ലൂഡ് ചെയ്യാൻ പാടില്ല, കാരണം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആയതുകൊണ്ട് ഡി ബൈ ഡി സെഡ് ഓഫ് ബാക്കി എന്ത് എഴുതി കൂടെ സമ്മേഷൻ എൻ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ എന്നുള്ള രീതിയിൽ വരും. ഇത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാം ഇതെന്താണ് എക്സ് ഓഫ് സെഡ് ആണ്. സോ മൈനസ് സെഡ് ഡി ബൈ ഡി സെഡ് ഓഫ് എന്തെന്ന് വരും ഡി ബൈ ഡി സെഡ് ഓഫ് എക്സ് ഓഫ് സെഡ് എന്നുള്ള രീതിയിൽ വരും. ഇതാണ് നമ്മളെ പ്രൂഫ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എൻ ഈക്വൽ ടു എന്ത് വരും മൈനസ് സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓഫ് സെഡ്. ഓക്കെ, അപ്പോൾ അത്രയാണുള്ളൂ. സിമ്പിളായിട്ട് നമുക്കതും കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നത് കൺവല്യൂഷൻ ആണ് വരുന്നത്. സോ കൺവല്യൂഷൻ എല്ലാ കേസിലെയും പോലെ ഇവിടെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ കൺവല്യൂഷൻ്റെ കേസ് വരാം. നമ്മളുടെ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് തന്നെയാണ് എക്സോ. നമുക്ക് രണ്ട് സീക്വൻസുകൾ ഉണ്ട് വിചാരിക്കുക. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ബി എക്സ് ഓഫ് സെഡ് ആൻഡ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ്, പിന്നെ നമ്മൾ എടുക്കാറ് ഇമ്പൾസ് സിഗ്നലാണ്, ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് എൻ ബി എച്ച് ഓഫ് സെഡ്. ഇപ്പോൾ നമുക്ക് എക്സ് ഓഫ് എൻ എച്ച് ഓഫ് എൻ എന്ന് പറഞ്ഞ രണ്ട് സീക്വൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് എങ്കിൽ ദെൻ സ്റ്റേറ്റ്മെന്റ് ഇതാണ്, എന്തായിരിക്കും സെറ്റ് ട്രാൻസ്ഫോം ഓഫ് കൺവല്യൂഷൻ ഓഫ് ദി സീക്വൻസസ് ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ഈസ് ഗിവൺ ബൈ ദ പ്രോഡക്റ്റ് ഇൻ സെഡ് ഡൊമൈൻ ദാറ്റ് ഈസ് എക്സ് ഓഫ് സെഡ് ഇൻറ്റു എച്ച് ഓഫ് സെഡ്. ഇപ്പോൾ ഇത്രയാണ് വരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമുക്ക് നോക്കാം. അതിന് ജസ്റ്റ് പ്രൂഫൊക്കെ വളരെ സിമ്പിളാണ്. നേരത്തെ ഒക്കെ അത്യാവശ്യം അറിയാമെങ്കിൽ നമുക്കിവിടെ സുഖമായിട്ട് നമുക്കിവിടെ കിട്ടും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ അസ്യൂം ചെയ്യാം, വേണമെങ്കിൽ പ്രൂഫ് എടുക്കുന്നതിന് മുന്നേ ലെറ്റ് വൈ ഓഫ് എൻ എന്ന് വിചാരിക്കുക. ഈ സീക്വൻസിനെ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൺവല്യൂഷനെ എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നതിനെ ഞാനൊരു പേരിട്ട് വിളിച്ചു, വൈ ഓഫ് എൻ എന്ന് വിളിക്കുന്നത് മാത്രം. ഓക്കെ, ദെൻ വൈ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ അറിയാം. കൺവല്യൂഷൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു സമ്മേഷൻ k equal to minus infinity to infinity x of k h of n minus k. അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു, അത് ഓർമ്മ ഉണ്ടാവണം. സോ കൺവല്യൂഷൻ സമ്മിൻ്റെ ഇക്വേഷൻ ആണ് വൈ ഓഫ് എൻ, കൺവല്യൂഷൻ സം ആണിത്. സോ വൈ ഓഫ് എൻ ഈക്വൽ സമ്മേഷൻ k is equal to minus infinity to infinity x of k h of n minus k. ഓക്കെ, സോ നൗ ഇതിൻ്റെ ട്രാൻസ്ഫോം ആണ് നമ്മൾ എടുക്കുന്നത്. ദാറ്റ് ഈസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് എൻ ആണല്ലോ ഇവിടെ ചെയ്യേണ്ടത് അല്ലേ. കൺവല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഓഫ് എൻ ദാറ്റ് ഈസ് ഈക്വൽ ടു സേവ് ആണെങ്കിൽ വൈ ഓഫ് സെഡ് എന്ന് പറയാം is given by summation n is equal to minus infinity to infinity എന്ത് വരും ഈ കൺവല്യൂഷൻ വരും. ആ കൺവല്യൂഷന് പകരം ഞാൻ ജസ്റ്റ് ഈ ഇക്വേഷൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് സമ്മേഷൻ k is equal to minus infinity to infinity x of k h of n minus k. അത് എഴുതി കഴിഞ്ഞാൽ കഴിഞ്ഞില്ല, അവിടെ ജനറൽ ഡെഫിനേഷനിൽ എന്തുകൂടി വരാണ്ട് സെഡ് റേസ് ടു മൈനസ് എൻ കൂടി വരാണ്ട്. അപ്പോൾ അതും കൂടി നമ്മളവിടെ എഴുതി കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുന്നുള്ളൂ, ആ ഒരു ഇത് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ആ സമ്മേഷൻ ഒന്ന് ഇന്റർചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നുള്ളൂ. സോ വേണമെങ്കിൽ ഞാനിവിടെ എഴുതാം ഇന്റർചേഞ്ചിങ് ഓർഡർ ഓഫ് സമ്മേഷൻ. ലീനിയാരിറ്റി ഒക്കെ ഒബേ ചെയ്യുന്നതുകൊണ്ട് നമുക്കത് സുഖമായിട്ട് ചെയ്യാം. ഓർഡർ ഓഫ് സമ്മേഷൻ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വൈ ഓഫ് സെഡ് ആസ് സമ്മേഷൻ. ഈ കെയുടെ ഞാൻ പുറത്തേക്ക് എടുത്തു, k ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് ഞാൻ പുറത്തേക്ക് എടുത്തു. അതിന് മാത്രമല്ല എന്തിനേയും കൂടി എടുക്കുന്നുണ്ട്, എക്സ് ഓഫ് കെനെ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഞാനൊരു സെഡ് റേസ് ടു മൈനസ് കെ പുറത്തോട്ട് കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. ഇത് കൊണ്ടുവരാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ മൈനസ് കെ നിൽക്കുന്നുണ്ട്, സെഡ് റേസ് ടു മൈനസ് എൻ ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ആ എൻ മൈനസ് കെ ആക്കണമെങ്കിൽ നമ്മൾ ഇവിടെ എന്തിനെ പുറത്തേക്ക് എടുക്കേണ്ടി വരും, ഒരു സെഡ് റേസ് ടു മൈനസ് കെനെ പുറത്തേക്ക് എടുക്കേണ്ടി വരും. ഇപ്പോൾ ഇത്രയും പുറത്തേക്ക് എടുത്താൽ ബാക്കി മറ്റേ സമ്മേഷനോട് എടുക്കുന്നുണ്ട് എൻ ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. ബാക്കി അവിടെ എന്താ ഉള്ളത്, എച്ച് ഓഫ് എൻ മൈനസ് കെ ഉണ്ട്. ഇപ്പോൾ സെഡ് റേസ് ടു മൈനസ് എൻ ഉണ്ടായിരുന്നത്, അത് നമ്മളൊരു മൈനസ് കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, സൈൻ റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് കെ വരും. അതായത് ഇവിടെ ആക്ച്വലി പ്ലസ് കെ ആണ്, അത് കളയാൻ വേണ്ടിയിട്ടാണ് സെഡ് റേസ് ടു മൈനസ് കെ പുറത്തിട്ട് വെച്ചിട്ടുള്ളത് അല്ലേ. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് റീപ്ലേസ് ചെയ്യുക, ലെറ്റ് എൻ മൈനസ് കെ ഈക്വൽ ടു എൽ. എൻ മൈനസ് കെക്ക് പകരം എൽ എന്ന് കൊടുക്കുന്നു. അപ്പോൾ അതായത് എൻ ഈസ് ഈക്വൽ ടു എന്താ എൽ പ്ലസ് കെ എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എൻ മൈനസ് ഇൻഫിനിറ്റി ആകുമ്പോൾ എൽ മൈനസ് ഇൻഫിനിറ്റി, ലിമിറ്റിലൊന്നും മാറ്റം വരില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും, വൈ ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ
k equal to ഇതിൽ മാറ്റില്ല മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് ഓഫ് കെ സെഡ് റേസ് ടു മൈനസ് കെ സെഡ് റേസ് ടു മൈനസ് കെ ഇൻറ്റു ബാക്കി എന്ത് വരും സമ്മേഷൻ എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എച്ച് ഓഫ് എൽ സെഡ് റേസ് ടു മൈനസ് എൽ. ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാവും. ഒന്ന് കെയിലാണ് നിൽക്കുന്നത്, മറ്റേത് എല്ലിലാണ് നിൽക്കുന്നത്. എക്സ് ഓഫ് കെ സെഡ് റേസ് ടു മൈനസ് കെ, എച്ച് ഓഫ് എൽ സെഡ് റേസ് ടു മൈനസ് എൽ, രണ്ടും എന്ത് തന്നെയാണ്? സെഡ് ട്രാൻസ്ഫോമുകൾ തന്നെയാണ്. സോ ദിസ് ഈസ് സിംപ്ലി എക്സ് ഓഫ് സെഡ് മൾട്ടിപ്ലൈഡ് ബൈ എച്ച് ഓഫ് സെഡ്. അപ്പോൾ ഇതിൻ്റെ കൺവല്യൂഷൻ്റെ പ്രൂഫ് ഒരു ബുദ്ധിമുട്ടിലാണ് നമുക്ക് കിട്ടി. ജസ്റ്റ് ഡെഫിനിഷൻ ഇക്വേഷൻ കൺവല്യൂഷൻ സമ്മിൻ്റെ ഡെഫിനിഷൻ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, സമ്മുകളൊന്ന് റീഅറേഞ്ച് ചെയ്തു. ഇവിടെ എൻ മൈനസ് കെ സെഡ് റേസ് ടു മൈനസ് ഓഫ് എൻ മൈനസ് കെ കിട്ടാൻ വേണ്ടി സെഡ് റേസ് ടു മൈനസ് കെനെ പുറത്തോട്ട് എടുത്തു. എന്നിട്ട് ഇതവിടെ വെച്ചു. ഇത് ആക്ച്വലി ഇവിടെ തന്നെ കിട്ടി നമുക്ക് എക്സ് ഓഫ് കെ, അവിടെ തന്നെ എക്സ് ഓഫ് സെഡ് അവിടെ തന്നെ എഴുതാറുന്നു, ചെയ്തില്ല. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ ഇത് ഒഴിവാക്കാൻ എൻ മൈനസ് കെക്ക് വരെ എൽ നിന്ന് എടുത്തു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ജസ്റ്റ് എന്താ എക്സ് ഓഫ് സെഡ് കിട്ടി, എച്ച് ഓഫ് സെഡ് കിട്ടി. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കത് കിട്ടി. ഓക്കെ, അടുത്തതിലേക്ക് വരാം. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺജുഗേഷൻ പ്രോപ്പർട്ടിയാണ് വരുന്നത്. ദാറ്റ് ഈസ് ഇഫ് Z transform of x of n is x of z, then in the conjugate in the transform Z transform of x conjugate n, അതായത് x of n എന്ന് പറയുന്നത് കോംപ്ലക്സ് സീക്വൻസ് ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് x conjugate of z conjugate. ഇത് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം, പ്രൂഫ് നോക്കാം. സോ നമുക്ക് എന്താ വേണ്ടത്? സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് കോൺജുഗേറ്റ് എൻ ആണ് വേണ്ടത്. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് കോൺജുഗേറ്റ് ഓഫ് എൻ വിൽ ബി ഈക്വൽ ടു സിഗ്മ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്ത് വരും? എക്സ് സ്റ്റാർ ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ. അപ്പം ഇതിനെ ഞാൻ മൊത്തം കോൺജുഗേറ്റ് പുറത്തേക്ക് ഇതിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പം ഇത് വേണമെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം? സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? എക്സ് ഓഫ് എൻ ആയി മാറും. സെഡ് എന്ന് എടുത്താൽ അതിനെന്ത് ഇടണം? നമ്മൾ സെഡ് കോൺജുഗേറ്റ് ഇടണം. സെഡ് കോൺജുഗേറ്റ് ഇപ്പം എല്ലാം നമ്മൾ കോൺജുഗേറ്റ് ആണെന്നുള്ള രീതിയിൽ മൈനസ് എൻ എന്തെന്നാക്കി? ഇപ്പം ഇതിൻ്റെ ഹോൾ കോൺജുഗേറ്റ് എന്നുള്ള രീതിയിലാക്കി. ഓക്കെ, ഇത്രയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ഡയറക്റ്റ് ഇവിടുന്ന് തന്നെ ഇനി നമുക്ക് കാര്യം മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്താ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് സെഡ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനേഷൻ ആണ്. സെഡ് നിൽക്കുന്നത് സെഡ് സ്റ്റാർ ആണ്. അപ്പം ഇതെന്തായിട്ട് മാറും? എക്സ് ഓഫ് സെഡ് സ്റ്റാർ ആയിട്ട് മാറും. ഇനി അല്ലേ, എക്സ് ഓഫ് സെഡ് സ്റ്റാർ ആണ്. ഈ സാധനത്തിന് ഹോൾ കോൺജുഗേറ്റ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? എക്സ് കോൺജുഗേറ്റ് ഓഫ് സെഡ് കോൺജുഗേറ്റ് എന്നുള്ള രീതിയിൽ വരും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് അവിടെ കിട്ടും. ഇനി ഉള്ള തിയറംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വാല്യൂ തിയറും ഫൈനൽ വാല്യൂ തിയറുമാണ്. അത് നമുക്ക് അടുത്ത ഇത് പറയാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇനീഷ്യൽ വാല്യൂ തിയറം ആൻഡ് ഫൈനൽ വാല്യൂ തിയറം. നമ്മൾ ലാപ്ലേസ് ലിസെറ്റ് എസ് ഡൊമൈനിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇവിടെ ഇനീഷ്യൽ വാല്യൂ തിയറം വരുന്നുണ്ട്. ഇനീഷ്യൽ വാല്യൂ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ഇഫ് കോസൽ സീക്വൻസ് എന്നുള്ള രീതിയിലാണ് എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു സെഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ, then x of 0 is equal to limit z n to infinity x plus of z. അതായത് കോസൽ സീക്വൻസിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനീഷ്യൽ വാല്യൂ തിയറി ഒക്കെ. സോ അതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമുക്കറിയാം എക്സ് പ്ലസ് സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പ്ലസ് സെഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 to infinity എക്സ് ഓഫ് എൻ സെഡ് റേസ് ടു മൈനസ് എൻ ആണ്. കാരണം നമുക്ക് എന്താ കോസിലാണ് 0 to ആണ്, മൈനസ് ഇൻഫിനിറ്റി തുടങ്ങണ്ട. ഇത് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എങ്ങനെ വരിക? എക്സ് ഓഫ് 0 പ്ലസ് എക്സ് 1 സെഡ് റേസ് ടു മൈനസ് 1 പ്ലസ് എക്സ് ഓഫ് 2 സെഡ് റേസ് ടു മൈനസ് 2 പ്ലസ് എക്സിട്ര, അങ്ങനെ പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം ഇതിൽ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ആസ് സെഡ് ആൻഡ് ടു ഇൻഫിനിറ്റി എടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ഇതിലത്തെ എല്ലാ ടൈമുകളും എക്സ് ഓഫ് 0 മാത്രം സെഡില്ല, ബാക്കി എല്ലാറ്റിലും സെഡുകൾ വരുന്നത്. എല്ലാം സെഡിന് നെഗറ്റീവ് പവറാണ്. അത് ബൈ സെഡ് സ്ക്വയർ ബൈ സെഡ് ക്യൂബ് എന്നാണ് പറഞ്ഞ് പോണേ അല്ലേ. 1/∞ എന്ന് പറഞ്ഞാൽ 0 എന്നറിയാം. അപ്പോൾ എല്ലാ ടേമും എന്തായിട്ട് പോകും? 0 ആയി പോകും. ഏത് ഒഴിച്ച്? എക്സ് ഓഫ് 0 ഒഴിച്ച്. സോ ഓൾ ദി terms will vanish, become 0, vanish except
എക്സ് ഓഫ് സീറോ. നമുക്ക് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. നമ്മളിന്ന് ലിമിറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ, സോ ലിമിറ്റ് what z tend to infinity x plus z will be equal to എന്തെന്ന് വരും, ഈ സാധനത്തിൻ്റെ ലിമിറ്റ് ഈക്വൽ ടു എക്സ് ഓഫ് സീറോ എന്ന് പറഞ്ഞ് കിട്ടും. അല്ലെങ്കിൽ എക്സ് ഓഫ് സീറോ ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് ടെൻ ടു ഇൻഫിനിറ്റി എക്സ് പ്ലസ് സെറ്റ് അതായത് നമ്മളെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. അത് വളരെ സിമ്പിളായിട്ട് കിട്ടും. ഇനി അടുത്ത് വരുന്നത് ഫൈനൽ വാല്യൂ തിയർ ആണ്. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് അത് ഞാൻ പറയാം. സോ ഇഫ് ഇതും കോസൽ തന്നെയാണ് പറയുന്നത്. ഇഫ് എക്സ് പ്ലസ് സെറ്റ് ഈസ് ഈക്വൽ ടു set transform of x of n where x of n is a causal sequence where the ROC region of convergence for this set transform, that is x plus z, includes but is not necessarily confined to mod z greater than 1 and z minus 1 into x plus z has no poles on or outside the unit circle, then the statement is x of infinity, that is the final value, will be equal to limit z tend to 1 z minus 1 x plus z. Okay, the statement is to come if x plus z is set transform of x of n where x of n is a causal sequence and where the region of convergence of x plus includes but is not necessarily confined to mod z greater than 1. Mod z greater than 1 എന്ന് പറഞ്ഞാൽ അതിനെക്കാട്ടിലും എന്താ പറയുക ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതായിരിക്കണം നമ്മൾ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. നിർബന്ധമില്ല അതിലാവണമെന്ന്. ആൻഡ് z minus 1 x plus z has no poles outside the unit circle. യൂണിറ്റ് സർക്കിളിന്റെ പുറത്ത് z minus 1 x plus z ന് പോൾസ് ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ അതിൻ്റെ ഉള്ളിൽ അത് വരുന്നുണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ എക്സ് ഓഫ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ സെറ്റ് ആൻഡ് ടു 1 സെറ്റ് മൈനസ് 1 അതിൻ്റെ എക്സ് പ്ലസ് അതായത് എക്സ് പ്ലസ് സെറ്റിനെ സെറ്റ് മൈനസ് 1 മൾട്ടിപ്ലൈ ചെയ്തിട്ട് സെറ്റ് 1 എന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൂഫ് വരാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും ഈ ഒരു കേസിലും മാത്രം, ഫൈനൽ വാല്യൂ തിയറത്തിൽ മാത്രം. ദാറ്റ് ഈസ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടാണ്. സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ പ്ലസ് 1 പ്രൂഫിലേക്ക് അതായത് നമ്മൾ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് സെറ്റ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ. ഈ ഒരു ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ലിമിറ്റ് ഇതിനെ ഞാൻ ഇങ്ങനെ എഴുതാന്ന് വിചാരിക്കുക. ലിമിറ്റായിട്ട് എഴുതാണ്, ശരിക്കും ലിമിറ്റായിട്ട് എഴുതേണ്ട കാര്യമില്ല, പക്ഷെ അത് മനസ്സിലാവും നിങ്ങൾക്ക്. ലിമിറ്റ് k ടെൻ ടു ഇൻഫിനിറ്റി എന്നുള്ള രീതിയിൽ നോർമൽ നമ്മുടെ ഡെഫിനിഷനാണ് ഇവിടെ എഴുതുന്നത്. n ഈസ് ഈക്വൽ ടു ശരിക്കും n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി അങ്ങനെ എഴുതുന്നതിന് പകരം 0 ടു k എന്നുള്ള രീതിയിലാക്കി. അത്രേ ഉള്ളൂ. ബാക്കി ഇവിടെ വരാവുന്നത് അത് തന്നെ. എന്താ എക്സ് ഓഫ് എൻ പ്ലസ് 1 മൈനസ് എക്സ് ഓഫ് എൻ, അതിൻ്റെ മൈനസ് ആണല്ലോ എടുക്കുന്നത്, മൈനസ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. ശരിക്കും ഈ ലിമിറ്റ് ഇല്ലെങ്കിൽ ആണ് നമ്മുടെ ഡെഫിനേഷൻ 0 ടു ഇൻഫിനിറ്റി എന്നുള്ളത്. അതിനൊന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്കി എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ നേരത്തെ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എക്സ് ഓഫ് എൻ പ്ലസ് കെ. അപ്പോൾ അത് പ്രകാരം ഇത് നമുക്ക് എന്ത് വരും, സെഡ് റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. സോ സെഡ് ഇൻറ്റു എക്സ് പ്ലസ് സെഡ് മൈനസ് സെഡ് എക്സ് സീറോ. ആ ഒരു ഇതിൽ നിന്നാണ് ഇക്വേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമ്മൾ ടൈം ഷിഫ്റ്റിങ്ങിൽ നോക്കി നോക്കുക, അതിൽ ആ കോസലിൻ്റെ കേസിൽ പറഞ്ഞത് മൈനസ് ഇതെന്താണ് എക്സ് പ്ലസ് സെഡ്. ഓക്കെ, ദിസ് വൺ വിൽ ബി ഈക്വൽ ടു ലിമിറ്റ് കെ ടെൻ ടു ഇൻഫിനിറ്റി ബാക്കി എന്താ സമ്മേഷൻ എൻ ഈസ് ഈക്വൽ ടു 0 ടു കെ എക്സ് ഓഫ് എൻ പ്ലസ് 1 മൈനസ് എക്സ് ഓഫ് എൻ ഇൻറ്റു സെഡ് റേസ് ടു മൈനസ് എൻ. അത് അതേപോലെ തന്നെ അവിടെ
എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് എക്സ് പ്ലസ് സെറ്റുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു. സോ സെറ്റ് -1 ഇൻറ്റു എക്സ് പ്ലസ് സെറ്റ് മൈനസ് ഒരു സെറ്റ് ഇൻറ്റു എക്സ് ഓഫ് 0. ഈ ഒരു പോർഷൻ വന്നിട്ടുള്ളത് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താ പറയുക, എക്സ് ഓഫ് എൻ പ്ലസ് എം കോസലിൻ്റെ ആണ്. ആ ഒരു പ്രോപ്പർട്ടിൻ്റെ അവിടെ എഴുതിയിട്ടുള്ളത്. സംശയമുള്ളവർക്ക് അവിടെ നോക്കാവുന്നതാണ്. ഈക്വൽ ടു എന്തെന്ന് വരും, ഇപ്പുറത്തെ ഈ സെയിം ടേം അതേപോലെ തന്നെ വരും. ഞാൻ വീണ്ടും എഴുതുന്നില്ല. നൗ നമ്മളെ ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തെടുക്കുക, ലെറ്റ് സെറ്റ് ടെൻ ടു ഇൻഫിനിറ്റ് 1 എന്നുള്ളത് രണ്ട് സൈഡിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായിട്ട് മാറും, ലിമിറ്റ് സെറ്റ് ടെൻ ടു 1. ഇവിടെ എന്താ നിൽക്കുന്നത്, ലിമിറ്റ് സെറ്റ് ടെൻ ടു 1 സെറ്റ് -1 ഇൻറ്റു എക്സ് പ്ലസ് സെറ്റ് മൈനസ് സെറ്റ് എക്സ് ഓഫ് 0 is equal to ലിമിറ്റ് കെ ടെൻ ടു ഇൻഫിനിറ്റി. ഇതിങ്ങനെ എടുത്തത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഓരോന്നിലെയും നമ്മൾ എന്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, സെറ്റ് ടെൻ ടു 1 കൊടുത്തേക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എങ്ങനെ വരും, എക്സ് ഓഫ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 0 അല്ലേ. എന്നിന് ആദ്യത്തെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എക്സ് ഓഫ് 1 മൈനസ് എക്സ് ഓഫ് 0 എന്നാണ്. കാരണം 0 എടുത്തു കഴിഞ്ഞാൽ 0 പ്ലസ് 1ഉം എക്സ് ഓഫ് 0യും വരും. അടുത്തത് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് 1 വരും. മൈനസ് അടുത്തത് പ്ലസ് അടുത്ത് വരാൻ പോകുന്നത് എക്സ് ഓഫ് 2 മൈനസ് എക്സ് ഓഫ് 1 എന്നാണ് വരാൻ പോകുന്നത്. പ്ലസ് അടുത്ത ടേം വരാൻ പോകുന്നത് എന്തായിരിക്കും, എക്സ് ഓഫ് 3 മൈനസ് എക്സ് ഓഫ് 2 എന്നാണ്. ഇത് അങ്ങനെ സമ്മേഷൻ അവിടുന്ന് എന്തായി പോവും, ആഡ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ ഫൈനലി ലാസ്റ്റ് ടേം വരാൻ പോകുന്നത് എന്തായിരിക്കും, ലാസ്റ്റ് ടേം കെയിലാണല്ലോ നമ്മളെല്ലാം എഴുതിയിട്ടുള്ളത്. ലാസ്റ്റ് ടേം വരാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവിടെ കെയിലാക്കിയത്. എക്സ് പ്ലസ് 1 എക്സ് ഓഫ് കെ പ്ലസ് 1 മൈനസ് എക്സ് ഓഫ് കെ. അങ്ങനെയാണ് അതിൽ വന്നിട്ട് അവസാനിക്കുന്നത്. ഓക്കെ, ഈ രീതിക്കാണ് നമുക്കിവിടെ വരിക. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മനസ്സിലാകാൻ പറ്റുന്ന ഒരു കാര്യം ഉണ്ട്, എന്താ, ഒക്കെ ക്യാൻസൽ ആയി പോകും. എക്സ് ഇവിടെ എക്സ് ഓഫ് 1 ഉണ്ട്, എക്സ് ഓഫ് -1 ഉണ്ട്, എക്സ് ഓഫ് 2 ഉണ്ട്, എക്സ് ഓഫ് -2 ഉണ്ട്, എക്സ് ഓഫ് -2 ഉണ്ട്, എക്സ് ഓഫ് 2 ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എല്ലാ ടേമുകളും എന്താവും, ക്യാൻസൽ ആവും. ബാക്കി നിൽക്കുക എന്തൊക്കെയായിരിക്കും, ഒരു -x0യും നിൽക്കും. ഇവിടെ കേക്ക് ഇൻഫിനിറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടും, ഒരു എക്സ് ഓഫ് ഇൻഫിനിറ്റിയും നിൽക്കും. അപ്പോൾ ഇത് ഈക്വൽ ടു ബാക്കി വരാൻ പോകുന്ന ഇവിടെ എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് എക്സ് ഓഫ് 0 ആണ് വരാൻ പോകുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് പറയാം, അതേപോലെ ഇപ്പുറത്തെ സൈഡ് ഇവിടെ നമുക്ക് സെറ്റ് 10 to 1 ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സെറ്റ് 10 to 1 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരാൻ പോകുന്നത്, ലിമിറ്റ് സെറ്റ് 10 to 1 സെറ്റ് -1 അല്ല, സെറ്റ് 10 to 1 സെറ്റ് -1 ഇൻറ്റു എക്സ് പ്ലസ് സെറ്റ് അടുത്ത ടേം കൊടുത്താൽ മൈനസ് x0 സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഈക്വൽ ടു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്ത്, എക്സ് ഓഫ് ഇൻഫിനിറ്റി മൈനസ് എക്സ് ഓഫ് 0. അപ്പോൾ ഇതിൽ എന്ത് ക്യാൻസൽ ചെയ്ത് പോകും, എക്സ് ഓഫ് 0 അവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ബാക്കി എന്തെന്ന് മാത്രം കിട്ടും, എക്സ് ഓഫ് ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു ലിമിറ്റ് സെറ്റ് 10 to 1 സെറ്റ് -1 ഇൻറ്റു എക്സ് പ്ലസ് സെറ്റ്. ഇതായിരുന്നു നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ജനറൽ ഇതിൻ്റെ പ്രോപ്പർട്ടീസ് വരുന്നത്. ഓക്കെ.